ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മഴ ലീവ് കിട്ടി. അപ്പോൾ ജൂലൈ 18 ഇന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് നന്നാവാം ഗൈസ്. അപ്പോൾ ഇന്ന് പിന്നെ കർക്കിടക മാസം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഉലുവക്കഞ്ഞിയാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഈ ഒരു കർക്കിടക മാസം തീരുന്നവരെ ഈ ഒരു ഉലുവക്കഞ്ഞി തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉലുവക്കഞ്ഞി മെമ്മറി പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഇതിങ്ങനെ പ്ലേറ്റിൽ ഞാനിങ്ങനെ ഫ്ലാറ്റായിട്ട് കേക്കിൻ്റെ ബാറ്റർ പോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മുറിച്ച് കളിച്ച് തിന്നുമായിരുന്നു. അതാണ് ഒരു ഉലുവക്കഞ്ഞി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഉലുവക്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം മഴയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ഞാൻ അടിപൊളിയായിട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതായത് 2-3 കാര്യങ്ങൾ മിസ് ഔട്ട് ആയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ബിസിനസ് സ്റ്റഡീസിലത്തെ പാർട്ട് 1 വീഡിയോ ലൈവ് ക്ലാസ് കണ്ടു തീർക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ അതിൻ്റെ ഒരു പകുതി വരെ മാത്രമേ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ, ബാക്കിയൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. സൈലത്തിൻ്റെയാണ് കണ്ടിട്ടുണ്ടായത്. അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊന്ന് നമ്മുടെ +1 ജീവിതത്തെക്കുറിച്ചിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ +1 കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ 7th to 10th വരെ പഠിച്ച സെയിം സ്കൂളിൽ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തതും കിട്ടിയതും ഒക്കെ ഇപ്പോൾ പഠിക്കുന്നതും. അപ്പോൾ അവിടെ പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമാണ് ഓപ്ഷണൽ പേപ്പറായിട്ടുള്ളത്. സോ ഐ തോട്ട് ലെറ്റ്സ് ടേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെ അതെടുത്തു. അപ്പോൾ ജീവിതം എങ്ങനെ പോകുന്നില്ല, +1 എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറയുകയാണെങ്കിൽ 10th പോലെ നല്ല അടിപൊളിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കണം എന്നുള്ള ആ ഒരു ആവേശം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ. അപ്പോൾ 2 വീക്കായിട്ട്, അതായത് ആദ്യത്തെ 2 ആഴ്ച അത്ര മൂടും കയറലൊന്നും ഇല്ല. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. പിന്നെ ആ ഒരു മൂടും കയറലൊക്കെ പോയി എന്തിനാണ് എന്നുള്ളൊരു തോട്ട് പോലെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വരുന്ന തോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് സാരമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ കൊമേഴ്സ് എടുത്തുകൊണ്ട് റിഗ്രറ്റ് അടിക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതായത് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ സ്കൂളിൽ കൊടുക്കാമായിരുന്നു എന്നൊരു തോട്ട്, അതായത് അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുന്നവരെ ക്ലാസ് കേൾക്കണം, അല്ലാണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാവില്ലല്ലോ. പിന്നെ +1 +2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് ഉണ്ടാവും എന്നുള്ള ആ ഒരു ബോധം വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് കൊമേഴ്സ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ A+ ഉണ്ടായിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ സയൻസ് എടുത്താൽ മതിയായിരുന്നു, അങ്ങനെയുള്ള ചില തോട്ടും എല്ലാം ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തുടക്കമായതുകൊണ്ട് ഉള്ള ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഓവർ തിങ്കിങ്ങും അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കമ്പാക്കും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.